മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ചില കോമ്പിനേഷൻസ് ഉണ്ട്. അവർക്ക് അത് വിട്ട് വേറൊരു കളിയും ഉണ്ടായിരിക്കില്ല. ഇനി ഫുഡിൻ്റെ കാര്യത്തിലായാലും പൊറാട്ടയും ബീഫും, പുട്ടും പഴവും, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ലുങ്കിയൊക്കെ ഒന്ന് മടക്കി കുത്തുക എന്നുള്ളത്, ഇനി സ്കിന്നിൻ്റെ അസുഖമായാൽ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളത്, ഇനി സ്കിന്നിൻ്റെ നിസ്സാരമായ കൊതുകടിയായാലും സ്കിന്നിൻ്റെ അസുഖമായ എക്സിമായ സോറിയാസ് ആയാലും ഫംഗൽ ഇൻഫെക്ഷൻ വിരലിൽ ബാധിക്കുന്നതായാലും വിരലിൻ്റെ ഇടയിൽ ബാധിക്കുന്നതായാലും കാലിൻ്റെ തൊടൻ്റെ ഇടയിലോ ഇനി പ്രൈവറ്റ് ഏരിയയിൽ ബാധിക്കുന്ന ഫംഗസ് ഇൻഫെക്ഷൻ ആയാലും ഉപ്പുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളത് മലയാളികളുടെ പതിവാണ്. ഇനി നമ്മളെപ്പോലത്തെ ഡെർമറ്റോളജിസ്റ്റുമാർ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാൻ പറയാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിന് വാം സലൈൻ കംപ്രസ് എന്ന് പറയും. അതിന് ഓസ്മോട്ടിക് ഡ്രൈയിങ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് ഈ ഊസിങ്ങും അതേപോലെ ക്രസ്റ്റിംഗ് ഒക്കെ ഉള്ള എക്സിമൊക്കെ, അതേപോലെ ഇൻഫ്ലെയിംഡ് ആയ ടോനൈൽ ഇൻഫെക്ഷൻ, അതായത് നമ്മൾ കുഴിനൊക്കെ പറയില്ലേ, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. കേരളത്തിലെ പോലെ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്താൽ ചില അസുഖങ്ങൾ ലൈക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ അഗ്രിവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങളായ സോറിയാസിസ്, എക്സിമ, ഡ്രൈ സ്കിൻ ഇവയിലൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നത് കൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ കൂടി വരും. ഞാനിവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിന് സ്കിന്നിൻ്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളമുള്ള ബീച്ചുകൾ സ്കിൻ ഹോസ്പിറ്റലായി മാറിയേനെ. ടേക്ക് കെയർ, ബൈ.